നമസ്കാരം. അങ്ങനെ കാത്തിരുന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുകയാണ്. പലരെയും ഞെട്ടിച്ചുകൊണ്ട് UDF കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് നൽകിയത്. BJP ഏറെക്കുറെയൊക്കെ സീറ്റുകൾ നിലനിർത്തിയെങ്കിലും നഷ്ടപ്പെട്ടത് കൂടുതലും ഇടതുപക്ഷ മുന്നണിക്കാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ് ഈ തെരഞ്ഞെടുപ്പെന്നാണ് മാധ്യമങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ കേരളവും വിലയിരുത്തിയത്. അങ്ങനെയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ളതിന് കണ്ണുമടച്ച് ഉത്തരം പറയാൻ പറ്റും. UDFന് സാധ്യതയുണ്ടെന്ന്. ഇങ്ങനെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയാൽ UDFന് സാധ്യത തന്നെയാണുള്ളത്. നമുക്കറിയാം, ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF വിജയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നെല്ലാം ഒരു ചിട്ടയോട് കൂടിയുള്ള, വളരെ അടുക്കും ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് VD സതീശൻ്റെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രവർത്തനങ്ങൾ. അതിന് VD സതീശനെ വേണം നമുക്ക് എന്തുകൊണ്ടും സമ്മാനം കൊടുക്കാൻ. VD സതീശനാണ് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നയിച്ചത്. KPCC പ്രസിഡന്റുമാരുണ്ടായിരുന്നു, ഇല്ലെന്നില്ല. KPCC പ്രസിഡന്റുമാരും ശക്തമായ പ്രചാരണ രംഗത്ത് ഉണ്ടായിരുന്നു. പക്ഷേ VD സതീശൻ്റെ ആ ഒരു കരുനീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ അടുക്കും ചിട്ടയോടുകൂടിയുമുള്ള പ്രവർത്തനങ്ങളും വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളുമാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചതും അതുപോലെയാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലും വിജയം കൊയ്യാനായത്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF കൃത്യമായി അധികാരത്തിൽ വരുമെന്ന്. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ ആയതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കും ആര് വിജയിക്കുമെന്ന്. ഇത്രയും വിജയം കരസ്ഥമാക്കിയ സ്ഥിതിക്ക് UDFന് ഒരു സാധ്യത ഇല്ലാതെയില്ല. മുൻകാല ചരിത്രങ്ങൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. പല കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളുമൊക്കെ അപ്രതീക്ഷിതമായിട്ടാണ് LDFൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തത്, UDF പിടിച്ചെടുത്തത്. ഈ കണക്കിന് പോയാൽ ഇതിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇത് മുന്നിൽ കണ്ട്, ഈ വിജയം മുന്നിൽ കണ്ട് അഹങ്കരിക്കാതെ, സാധാരണ കോൺഗ്രസ്സുകാർക്കുള്ളൊരു ദോഷമുണ്ട്, അവർ ഇതൊക്കെ കാണുമ്പോൾ അഹങ്കരിക്കും. അങ്ങനെ അഹങ്കരിക്കാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാൽ, അടുക്കും ചിട്ടയോടുകൂടി പരാതികളില്ലാതെ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ചിന്തയൊക്കെ മാറ്റിവെച്ച് ഒരുമയോടെ പ്രവർത്തിച്ചാൽ, ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ അതിന് ഫലമുണ്ടാകും എന്നുള്ളതിനൊരു തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അങ്ങനെ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യത ഇല്ലാതെയില്ല. ജനങ്ങൾക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും കൃത്യമായ ചുവടുവയ്പ്പുകൾ നടത്തിയാൽ ഉറപ്പായും വിജയിക്കാൻ പറ്റും. ഏതായാലും 3-4 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ചൂടാറും മുമ്പ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം ആരംഭിച്ചാൽ ഉറപ്പായും ഈ വിജയം നിലനിർത്താൻ കഴിയും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാനാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-നുള്ളിൽ ഭൂരിപക്ഷം ലഭിച്ച് ജയിച്ച MLAമാരുണ്ട്. 1000-നും 2000-നും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച MLAമാരുണ്ട്. 2000-നും 3000-നും ഇടയിൽ, അങ്ങനെ 5000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച MLAമാർക്ക് പോലും ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അവർക്ക് ഭീഷണിയായിട്ടുണ്ട്. പല വാർഡുകളിലും ഇടതുപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ കുത്തകയായിരുന്ന പല വാർഡുകളും UDF കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞു.
അവരുടെ കുത്തക പൊളിച്ചു. അതുപോലെ BJP സ്ഥാനാർത്ഥികളും ചിലയിടങ്ങളിലൊക്കെ ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം തന്നെ നമുക്കൊന്ന് മാതൃകയാക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ആദ്യമായി പിടിച്ചെടുത്തു. അവർ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചേർന്നു. അവിടെ BJP ചിട്ടയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതുകൊണ്ടാണ് അവിടെ വിജയിക്കാൻ സാധിച്ചത്. അതുപോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ വളരെ ശ്രദ്ധാപൂർവം നടത്തിയ സ്ഥാനാർത്ഥി നിർണയമായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് അവിടെ വിജയം കാഴ്ചവെക്കാൻ സാധിച്ചത്. UDF അവിടെ താഴെ പോയി, അതുപോലെ LDFും താഴെ പോയി. കഴിഞ്ഞ പ്രാവശ്യം UDFിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില സീറ്റുകളും LDFിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില സീറ്റുകളും BJP പിടിച്ചെടുത്ത് അവർക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയെങ്കിലും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം ഉൾക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിലും ഇതുപോലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. പറഞ്ഞു എന്ന് മാത്രം.